So, good morning once again. Good morning, ma'am. Good morning. How are you all? Good morning, ma'am. Good Fine. morning. Yes, happy to hear that you are all doing good. Yes, ma'am. Okay. Okay, so just first of all, let's introduce ourselves, right? Yes. Right. Okay. Yes, so my name is Nisha. I'm a faculty of Smart Radio Consultancy. And yeah, I am from here, nearby place, around 1 kilometer from Smart City. Okay. Okay. Okay, ma'am. Okay, ma'am. Yes. So you also please introduce yourselves. Let's come in communication. അപ്പൊ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക സ്വന്തമായിട്ട്. ഓക്കെ, നിങ്ങളൊക്കെ എവിടേക്കുള്ളവരൊക്കെ ആണെന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. I think most of the students may be from out of the district, അല്ലെ? നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നും അങ്ങനെയുള്ളവരായിരിക്കണം കൂടുതലും പേരുണ്ടാവുക. ഐ തിങ്ക് സോ. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എറണാകുളം ജില്ലയില് ഉണ്ട്. Yes, ma'am. ഉണ്ടല്ലേ? നമ്മുടെ പ്രീവിയസ് ബാച്ചസിലൊക്കെ കൂടുതലും കുട്ടികള് പുറത്ത് വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരായിരിക്കും. തൃശ്ശൂര്, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണ്. കണ്ണൂര്, ഇടുക്കി, കോഴിക്കോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വരുമ്പോ നമ്മൾ പരിചയപ്പെടാം. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നത് കുറച്ച് പേര് ഉണ്ട് തോന്നുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവര്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ തന്നെ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്കറിയാം നമ്മൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളെ തന്നെ എന്താ പറയാ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും എന്താ പറയാ അത്രയും നമുക്കറിയാം നാളെയുടെ സിറ്റിസൺസിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ലെവലിൽ നിന്നാണ്, അല്ലെ? എന്ത് വിദ്യാഭ്യാസവും തുടങ്ങുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള എന്താ പറയാ കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ ശീലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഹെർക്കുലിയൻ ടാസ്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൊച്ചുകുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. വലിയ ആളുകളെ മാനേജ് ചെയ്യാൻ അത്ര പാടില്ല. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകും പറയുമ്പോഴും, അതല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാനൊക്കെ പറയുമ്പോൾ they can understand easily. ബട്ട് കൊച്ചുകുട്ടികളെ എന്ന് പറയുന്നത് നമ്മളൊപ്പം നിന്ന് ചെയ്യേണ്ടതാണ്, ചെയ്യിപ്പിക്കേണ്ടതാണ്. അവരുടെ ഒരു ഫോർമേഷൻ, ആ ഒരു ഫോർമേഷൻ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ, അവരുടെ ബിഹേവിയറിലൊക്കെ വീണ്ടും പിന്നീട് അത് എന്താ പറയാ റിഫ്ലക്ട് ചെയ്ത് കാണുകയും വേണം. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു എന്താ പറയാ ഒരു ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ we are happy and so proud that you are a part of Smart City. സ്മാർട്ട് സിറ്റിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ അതിനു വേണ്ടി ജോയിൻ ചെയ്തതിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സന്തോഷം കൂടി ഞാനിപ്പോ അറിയിക്കുകയാണ്. ഓക്കെ, സോ വെൽക്കം to Montessori Teachers Training Course and also welcome to Smart City once again, all of you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടുണ്ടാവും അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ വന്നു. മൺഡേയിലും ട്യൂസ്ഡേയിലും ഓരോ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അവരെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? സോ എനിക്കും നിങ്ങളെയൊക്കെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങാം അല്ലെ? കാര്യം തുടങ്ങും. ആരെങ്കിലും നമ്മളൊന്ന് സ്വന്തമായിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ആള് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ആക്കിയത് കേട്ടോ. ക്യാമറയും അതുപോലെ തന്നെ ഓഡിയോയും ഒന്ന് ഓൺ ആക്കുക. എന്നിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ എന്താണ്, ആരാണ്? ഫസ്റ്റ് ഓഫ് ഓൾ യുവർ നെയിം ആൻഡ് എന്താ പറയാ എവിടെയാണ് വീട്, സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേക്കുക.
ആൻഡ് ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്ത് പഠിച്ചിട്ടാണ്, ചിലപ്പോ ഒത്തിരി ഗ്യാപ്പ് ഉള്ളവരൊക്കെ ഉണ്ടാകും. നോ പ്രോബ്ലം, നമുക്ക് ഇവിടെ ഏത് റേഞ്ചുള്ള ആളുകളെയും ഒരുമിച്ച് നിർത്താൻ വലിയ താല്പര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. പഠനത്തിനും അതൊരു വലിയ തടസ്സവുമല്ല, അല്ല. ഇന്നത്തെ കാലത്ത് എപ്പോ നമുക്ക് ആഗ്രഹമുണ്ടോ അപ്പൊ പഠിക്കാം. പഠിക്കുന്ന എത്രയും പഠിക്കാൻ പറ്റുന്നോ അത്രയും നന്നായി എന്ത് വേണമെങ്കിലും നമുക്ക് ഓരോ ദിവസവും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ സ്റ്റുഡൻസ് ആണ്, എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പോലെ ഓരോ ദിവസം പഠിക്കുന്നില്ലേ. സോ നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും വി ആർ ഓൾ സ്റ്റുഡൻസ് ഈച്ച് ഡേ. ഓരോരുത്തരിൽ നിന്ന്, ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് പഠിക്കും, വലിയവരിൽ നിന്ന് പഠിക്കും, നമ്മുടെയുള്ള കൂടെയുള്ളവരിൽ നിന്ന് പഠിക്കും. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി ഡേ വി ആർ ലേണിംഗ് സം ലെസൺസ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഇനി ഒരു 10 മാസക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് അറിയണ്ടേ, അതുകൊണ്ട് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ പരിചയപ്പെടുത്താം കേട്ടോ. ഫസ്റ്റ് ആര് പരിചയപ്പെടുത്തും? ആരായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ? ഓക്കെ, പറയൂ. സേതുലക്ഷ്മി. My name is Sedulakshmi. I am coming from Alappuzha. Alappuzha. My family member 4 member, husband, 2 child, Annie. My graduation in GDA. General Duty Assistant. Okay. Very good. ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, കുട്ടികളോട് പോകുന്നില്ല, അതുകൊണ്ടാണ്. കുട്ടികളുള്ളതുകൊണ്ട് പറ്റുന്നില്ല പോകാൻ. 1.5 വയസ്സുള്ള ഒരാളുണ്ട്. ഓക്കെ ഓക്കെ. വാവയ്ക്ക് സുഖാണോ? സുഖമാണ്. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ബാക്കി ഒക്കെ കാര്യങ്ങൾ നമുക്ക് വഴിയെ ഒക്കെ അന്വേഷിക്കാം, കണ്ടെത്താം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മളിപ്പോ 38 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. My My name is name is Christina. I'm coming from Trivandrum. എന്റെ ക്വാളിഫിക്കേഷൻ 12th ആണ്. ഗ്യാപ്പ് കുറെ ദിവസം ഹൗസ് വൈഫ് ആയിരുന്നു. ഇപ്പൊ ഇത് പഠിക്കാന്ന് വിചാരിച്ച് പഠിച്ച് വീട്ടിലൊരു മോളും ഹസ്ബൻഡും മാത്രമാണ്, 7 വയസ്സുള്ള മോളും. ഓക്കെ, ഗുഡ് ഡിസിഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ. My name is Aishwarya Kesivu. Coming from Idukki, nearby Kattapana. Degree student. Okay. And you have completed your degree or degree? Okay. Then next one. ഡെഞ്ചിനി നോയൽ. ഞാൻ Denjini. പറവൂരിന്നാണ്. ആണോ? പറവൂര് ചെറായിക്കടുത്ത്. ഓക്കെ. ഞാൻ M.Com ഫിനാൻസ് ആയിരുന്നു. പിന്നെ കുറച്ചു വർഷം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രഞ്ജിനി. അപ്പൊ രഞ്ജിനി നമ്മുടെ നാട്ടുകാരിയാണെന്നാണ്. അപ്പൊ ഒരു നാട്ടുകാരിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പറവൂർ എന്ന് പറയുമ്പോ നമ്മളുടെ ചെറായി ബീച്ചിന്റെ ഒക്കെ അടുത്താണെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരിയാണ്. ഇടയ്ക്കൊക്കെ അവിടെ കോൺവെക്കേഷൻ ഒക്കെ കോഴ്സ് തുടങ്ങിയിട്ടുള്ളൂ. തീരാറാകുമ്പോ നമ്മുടെ കോൺവെക്കേഷൻ ഒക്കെ ഉണ്ടാവും. സർട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോ രഞ്ജിനിയായിട്ട് ഒരുപാട് അടുത്താൽ നമുക്ക് ചെറായി ബീച്ചിലൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. റിസോർട്സിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് രഞ്ജിനിയെ നമുക്ക് പിടിക്കാം. അപ്പൊ ഓക്കെ, അതിനുള്ള ആളായിട്ട് ഒരു എന്റർടൈൻമെന്റിന് വേറൊരു കാര്യം കൂടി നമുക്ക് തുടക്കം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. Okay, and the next one. Hi ma'am. I'm Shemi from Thrissur. പ്രൈമറി DTC ആണ് കഴിഞ്ഞത്. പിന്നെ ഒരുപാട് ഗ്യാപ്പ് വന്നു. പിന്നെ ചെറിയ കൊച്ചുങ്ങളുണ്ട്, പിന്നെ പ്രായമായ ഒരു അപ്പനുണ്ട്. അപ്പൊ ആളേക്ക് നോക്കണം. ഇപ്പൊ വീട്ടിലാണ്. ഇത്രയും എന്താ പറയാ, നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഇടയിലും ഇതും എനിക്ക് പഠിക്കണം എന്ന് കാണിച്ച ആ ഒരു ആഗ്രഹവും അതുപോലെ തന്നെ ആ ഒരു കറേജും ആ ഒരു ഇനീഷ്യേഷനും ഹാറ്റ്സ് ഓഫ്. അപ്പൊ തീർച്ചയായിട്ടും അത് സാധ്യമാകട്ടെ ശനിക്ക്. ഓക്കെ, മാള. ഓ, നമ്മുടെ അടുത്ത് തന്നെയാണ്. 2 പിള്ളേര്, ഹസ്ബൻഡ്, +2 ക്വാളിഫിക്കേഷൻ, +2. കുട്ടികളായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാതെ കാത്തിരുന്നു അല്ലെ. കാത്തിരുന്നത് കൊണ്ട് നമുക്ക് എന്താ പറയാ, റിസീവ് ചെയ്യാൻ നമുക്ക് കിട്ടി.
സ്മാർട്ട് ശ്രീക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഇരിക്കേണ്ട. എവിടെയെങ്കിലും നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ അവസാനിച്ചു, പഠിക്കുന്ന കാര്യമായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് ഇതൊക്കെയായിരുന്നു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കുള്ള കാര്യങ്ങൾ. പക്ഷെ അതല്ല, ഇനിയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഒരുപാട് ഫ്രണ്ടിലുണ്ട് എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോകാം. ഒന്നും നമ്മളെ തടസ്സപ്പെടുത്തില്ല, എന്തിനും നമ്മളെ തടസ്സപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചു. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ റസീല, സോ വെൽക്കം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹായ് മാം. ആരാ പറയാ? ഹലോ മിസ്, മൈ നെയിം ഈസ് റെനീന പോൾ. I am from റെനീന പോൾ. ഓക്കെ, അതെ അതെ, കൊച്ചി. കൊച്ചിന്നാണ്. അതെ, ബികോം കംപ്ലീറ്റഡ് ആണ്. പിന്നെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 1 year എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ 6 വയസ്സുള്ള കുട്ടികളോണ്ട് ഇപ്പൊ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതെ, അപ്പൊ എന്തായാലും കൊച്ചിന്ന് നോക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇതൊരു കോഴ്സ് കൂടി നമ്മുടെ കയ്യിലിരിക്കട്ടെ അല്ലെ? ഒരുപാട് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം നമ്മളെ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും. നമുക്ക് വില്ലിങ്നെസ് അല്ലെ, നമ്മളുടെ ആ ഒരു ഡ്രീം, നമ്മുടെ വില്ലിങ്നെസ് പ്ലസ് കറേജ് ടു ഡു എനിത്തിങ് എന്നുള്ളത് ഉണ്ടെങ്കിൽ, ഇത്രയും കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ എവിടെ വേണേലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും, എത്തിപ്പെടാൻ പറ്റും. ആൻഡ് എന്താ പറയാ, എനിക്ക് അതെന്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് പറയുന്നതാണ്. ഓക്കെ, സോ ഓക്കെ, വെൽ ഡൺ. ആൻഡ് നെക്സ്റ്റ് വൺ. Morning, ma'am. Hi. Good morning. I'm Shaima, from Thiruvananthapuram. Qualification degree. 2 മക്കളുണ്ട്. അതിനുശേഷം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ പഠിക്കാം. ഒപ്പം കുട്ടികൾക്കും നമുക്ക് എന്താ പറയാ, കുറെ ഒത്തിരി ആളുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ. കുട്ടികൾ വരുമ്പോ അവര് നോക്കാൻ നമ്മളല്ലാതെ പിന്നെ വേറെ ആരുമില്ലല്ലേ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സാക്രിഫൈസിങ്ങിനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് പിന്നീട് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളത് കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള അത്തരം സാഹചര്യങ്ങളെ, അത്തരം ഓപ്പർച്യൂണിറ്റീസിനെ അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ നമ്മൾ എന്താ പറയാ ഓവർകം ചെയ്ത്, എന്ത് കാര്യമായിക്കോട്ടെ, ഇതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു വാതിൽ ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആകുമായിരിക്കാം. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക. ലേറ്റ് ആയാലും ചിലപ്പോൾ കിട്ടുന്നത്, ചിലപ്പോൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളായിരിക്കാം എന്ന് മാത്രം എന്താ പറയാ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് അറ്റൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ഷൈമ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മാം. I am Alima. You can call me Alima Tanshana also. I have Anshana also. 2 names I have. Okay, can you hear me? ഹലോ അലിമ, കേൾക്കുന്നില്ല? ഹലോ, ഒന്നുകൂടി അടുത്ത് പറഞ്ഞു കേട്ടോ. My name is Alima. I am from Kasaragod. Kasaragod. Okay. Kasaragod. Yeah. And I have completed +2. After +2, I have got married, and after having 2 kids, I have done my office automation course. I went for computer teaching. I have been working for 1 year as computer teacher. And then the 3rd baby has came. After that, I couldn't go for any job. So now I have joined this course so I can take my baby, and together that I can take this course also. So I chose Smart Sri. Okay, Alima. So by learning this course, you can also prepare your child well. Okay. So together, both of you can do the course complete and successfully. Then welcome Alima. ചെറിയ കുട്ടി ഉണ്ട് എന്നുള്ളതൊന്നും ഇത് വലിയ തടസ്സമല്ല. അതിന് ആ രീതിയിലുള്ള ടീച്ചിങ് ആണ് ഇവിടെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കുഞ്ഞിനെ പിടിച്ചിട്ട് പഠിക്കാന്ന് പിന്നെ വിചാരിച്ച, കുഞ്ഞിനെ അങ്ങ് പോയി കുഞ്ഞ് വലുതായിട്ട് പഠിക്കാന്ന് വിചാരിച്ച ഒരിക്കലും പറ്റില്ല. സോ മടിയിൽ വെച്ചിട്ട് പഠിക്കാന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ അത് കഴിയട്ടെ, നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. എപ്പോഴാണ് നമുക്ക് നമ്മളുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരിക, അപ്പൊ നമ്മൾ അത് പറ്റുകയാണെങ്കിൽ നമുക്ക്, അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം.
പക്ഷേ നമുക്കറിയാം സ്മാർട്ട്സറി അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഒതുക്കിയിട്ടുള്ളത്. ബിക്കോസ് മറ്റ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ ചിലപ്പോ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിനെ കുറിച്ചിട്ട്. ഫിനാൻഷ്യലി ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ മോണ്ടിസോറി കോഴ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. ബിക്കോസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളാണെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോയാലും അതിന്റെ റിവ്യൂസ് നോക്കും, അതിന്റെ എന്താ പറയാ പ്രൈസ് എത്രയാണ്, വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ അതിന്റെ പ്രൈസ് എത്രയാണ്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഒരു സാധനം വാങ്ങിക്കാൻ പോകുക. പച്ചക്കറി വാങ്ങിക്കുമ്പോഴല്ല, അല്ലാതെയുള്ള എന്ത് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോഴും നമ്മൾ ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ലൈക്വൈസ് യു ഓൾസോ സെർച്ച് ഫോർ സച്ച് എമൗണ്ട് അല്ലെ, ഇതിന്റെയൊക്കെ വിലയൊക്കെ നിങ്ങളും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യം കൂടിയും കുറച്ചൊക്കെ നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നപ്പോ ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. നമ്മൾ എടുത്തത് നല്ല തീരുമാനമാണ്. അപ്പൊ വിചാരിച്ചു നമുക്ക് നമ്മുടെ പഠനത്തിന് രണ്ട് കൽപ്പിച്ചെന്നെ ഇറങ്ങിയതാ. യെസ്, മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വേണ്ട, മുന്നോട്ട് ഇരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ്. ഹലോ മാം. ഹായ്, പറഞ്ഞോളൂ. Hello. Ma'am, myself Anisha. I'm from Palakkad. I have completed my PG in Commerce. Now currently working as an abacus trainer. Yes. Yeah, that's it. Okay. How is your abacus training course? It's Are you going good. You're teaching Actually- students, I think. Yeah. Actually, it's my own institute, so there is some freedom for working. We have our own time to work, അല്ലേ? Yes. Okay, you can take your own time. Yes, you can design your own time, അല്ലെ? നമ്മള് ഇപ്പൊ ഇതും അതുപോലെ തന്നെ ഇത് ഒത്തിരി ആളുകള് സ്വന്തമായിട്ട് ഇപ്പൊ സ്ത്രീകള് കുറെയൊക്കെ എന്താ പറയാ കുറച്ചൊക്കെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ഫോർവേഡ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്ക് നമ്മളുടെ എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹങ്ങളിലേക്ക് വന്നു അല്ലെ. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അത് എന്താ പറയാ ചില ആളുകളൊക്കെ ഇച്ചിരി മുമ്പൊക്കെ, ഇപ്പൊ അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല, തന്റേതാണ് എന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ആളുകൾ പറഞ്ഞിരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഇന്ന് നമുക്ക് ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയൊക്കെ എഴുത്തും വായനയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുറെയൊക്കെ പഠിച്ച ആളുകള് ആ ഒരു വെറുതെ ഇങ്ങനെ മൂലത്തിൽ കുത്തിയിരിക്കുമ്പോ ഉണ്ടാകാവുന്ന ചില ഫ്രസ്ട്രേഷൻസും ഒക്കെ ഉണ്ടാകൂലേ. നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മുടെ ചിന്തയൊക്കെ അങ്ങനെ പോകും. ഞാൻ അത്രയും പഠിച്ചിട്ട് എനിക്ക് എന്ത് നേടാൻ പറ്റി എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഇതുപോലുള്ള ചില കോഴ്സുകളൊക്കെ നമ്മൾ ഇന്ന് ഇതുപോലുള്ള കോഴ്സ് ഇപ്പൊ നമ്മുടെ മോണ്ടിസോറി മാത്രമല്ല, ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. സോ ദീസ് കോഴ്സസ് വിൽ ഹെൽപ്പ് us ബിക്കോസ് ഇറ്റ്സ് ഷോർട്ട് പീരിയഡ് കോഴ്സസ് അല്ലെ. ഇതെല്ലാം ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഡിപ്ലോമ നമ്മളുടെ കയ്യിൽ അധികമായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഇത്തരം കഴിവുകളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം, നമ്മളുടെ ആഗ്രഹങ്ങളെ നമുക്ക് സഫലമാക്കാം, പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്തയെയും ആഗ്രഹത്തെയും നമുക്ക് ഫുൾഫിൽ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഓക്കെ. അനീഷ അനു എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? യെസ് മാം. ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ല. ഞാൻ നേരത്തെ വർക്കിംഗ് ആയിരുന്നു, ടീച്ചറായിട്ട് തന്നെ വർക്കിംഗ് ആയിരുന്നു അടുത്തൊരു പ്രൈമറി സ്കൂളില്. പക്ഷെ കൊറോണ പീരീഡ് ഒക്കെ ആയപ്പോൾ ആക്ച്വലി ശരിക്കും നമ്മൾ ലോക്ക്ഡൌൺ പീരീഡ് വന്നപ്പോൾ അതിൽ നിന്ന് എനിക്ക് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി ആവുകയും ചെയ്തു. സോ നമുക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കാനും വേറെ വഴിയില്ല. ആൻഡ് നമ്മൾ 100% ഡിപ്പെൻഡന്റ് ആയിപ്പോയി ആ സമയത്ത് വേറൊരാൾ. ബിക്കോസ് ഇൻകം ഒന്നുമില്ല, കുഞ്ഞിനെ നോക്കണം, പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സമയം വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തത് അബാക്കസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നന്നായി പോകുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻകം കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്. ആക്ച്വലി ഇറ്റ് വാസ് മൈ ലോങ് ടൈം വിഷ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പലരുടെയും പെർമിഷൻസ് വേണ്ടി വരും. നമ്മുടെ പൈസ ഇല്ലാതെ ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അത് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. When we get a job, our financial state, not only our financial status, our personal growth, നമ്മുടെ ഒരു എന്താ പറയാ വ്യക്തിപരമായ ഒരു വളർച്ചയും കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റസ് മാത്രമല്ല അവിടെ മാറുക, നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നു അല്ലെ. ആൾക്ക് ജോലിയുണ്ട് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ആക്ച്വലി പൈസ ഇല്ല എന്നുള്ളതിനേക്കാൾ ഒരു ഗിൽട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഫോം ചെയ്യും. ഒരു സാധനം വാങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിലും. പക്ഷെ ഇപ്പൊ ഗിൽറ്റ് ഫ്രീ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ദിസ് കോഴ്സ്. Okay, very good, Anu, Anisha, and the next. Okay. Good morning, ma'am. Okay, good morning.
സുർമിയാണോ പറയുന്നത്? ഹലോ മാം. പറയൂ. മൈ നെയിം ഇസ് സുർമി അലി. ഞാൻ എറണാകുളത്ത് കോതോങ്കലത്താണ് വീട്. ഞാൻ PG MCOM കഴിഞ്ഞാണ്. പിന്നെ ഇപ്പോ ഒരു HR കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ലാസ്റ്റ് ഇപ്പം എക്സാമിന്റെ ടൈമാണിത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്ലാസ് ഇന്നലെ ഒന്നും അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ആണോ? ആദ്യമായിട്ട് കയറിയേ? ഇന്ന് ആദ്യമായിട്ട് കയറി. ആദ്യമായിട്ട് കണ്ടവര്. ഇന്നലെയും നോക്കിയാ വേറെ ടീച്ചേഴ്സ് ആയിരുന്നു വന്നത്. അപ്പൊ നമ്മളാണ് ആദ്യം മീറ്റ് ചെയ്തത്. ഓക്കെ, ഫൈൻ. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും നടക്കണം. ആ എക്സാംസും എഴുതണം. എല്ലാം നമുക്ക് ഫേവറബിൾ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ എക്സാംസും എഴുതുക, ഒപ്പം തന്നെ ഈ ഒരു കോഴ്സും. ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മുടെ കയ്യിലിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിനും നമ്മൾ ഇൻഡിപെൻഡന്റ് ആകാനുള്ള ആ ഒരു ചാൻസസിലേക്കും കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, Good morning, ma'am. Good morning. My name is Sheena. Kottayam, here Vaikam. വൈക്കം എന്നാണോ? വൈക്കം തലയോലപ്പറമ്പ് എന്ന് പറയും. തലയോലപ്പറമ്പ്. ഇതൊക്കെ പറയണ്ടേ? എന്റെ മമ്മിയുടെ സ്വന്തം വീട് വൈക്കം വടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തലയോലപ്പറമ്പില് എന്റെ മമ്മിയുടെ ഒരു ചേച്ചിയുടെ വീടുണ്ട്. ഇളങ്കാവ് അമ്പലത്തിന്റെ ഒക്കെ അടുത്താണോ? ഇളങ്കാവ് അമ്പലത്തിന്റെ അടുത്തോ? അവിടെ ഞങ്ങളെ ബസ് ഇറങ്ങുന്നത് അവിടെയായിരുന്നു. പക്ഷെ എന്നിട്ട് പിന്നെ കുറച്ച് ഉള്ളിലേക്കൊക്കെ പോകണം. പക്ഷെ അവിടെ മമ്മിയുടെ സിലോൺപാലയെന്ന് പറയും. അടുത്തൊരു വളവുണ്ട്. എനിക്ക് ഹസ്ബൻഡ് 2 കുട്ടികളുമുണ്ട്. BA ഇംഗ്ലീഷ് ആയിരുന്നു ഡിഗ്രി. അത് കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. എന്തോ ആകാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ വീട്ടിൽ ട്യൂഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതിന് നമ്പർ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നല്ലൊരു ട്രെയിനിങ് കിട്ടാൻ വേണ്ടി. കൊച്ചുകുട്ടികളുടെ ഒപ്പം അവർക്ക് ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ വേറൊരു കാര്യം എന്താണെന്നറിയോ? ഈ ഇപ്പൊ എന്താ പറയാ, ഞാനും ട്യൂഷൻ എടുക്കുന്ന ഒരു ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്കും ഉണ്ട് സ്വന്തമായിട്ട്. അപ്പൊ നമുക്കില്ലേ അവരുടെ ഏജിലൂടെ കടന്നു പോകാൻ പറ്റും. നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും. ഈ ട്യൂഷൻ എടുക്കുക ടീച്ചേഴ്സിന്റെ ഒക്കെ ഉള്ളൊരു വലിയൊരു ഗുണം എന്ന് പറയുന്നത് അതാ. നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡേ വി ഗെറ്റ് അപ്ഗ്രേഡഡ്. നമ്മൾ അപ്ഡേറ്റഡ് ആണ് ഓരോ ദിവസം. കാരണം കുട്ടികളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനില്ലേ? അവർ ഓരോ ദിവസവും കാണിക്കുന്നത്, അവർ പ്രവർത്തിക്കുന്നത്, അവർ സ്കൂളുകളിലുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നത്, അല്ലെ? അവരോടൊപ്പം നമുക്ക് വളരാൻ പറ്റും. നമ്മളുടെ ഏജിലല്ല നമ്മളപ്പം നിൽക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും പുതുമയിലൂടെ കടന്നു പോകുന്നത്. ബിക്കോസ് നമ്മൾ ഈ പറയുന്ന കുട്ടികളെയാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു വലിയ കാര്യമാണ്. അത് ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന, മറ്റേത് പ്രൊഫഷനെ അപേക്ഷിച്ച് ടീച്ചേഴ്സ് എനി ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഏത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് അവരുടെ ലെവൽ ഓഫ് തിങ്കിങ്, അവരുടെ ഐഡിയാസ് ഒക്കെ നമ്മളിലേക്ക് കൂടി വരും. ഓക്കെ, അപ്പൊ അവരുടെ നമുക്കും കടന്നു പോകാൻ പറ്റും. എന്റെ ഹസ്ബൻഡ് ടീച്ചർ ആയതുകൊണ്ട് കൂടുതൽ ഓക്കെ. അപ്പൊ ഷീന, വെൽക്കം. Hello, ma'am. Good morning. Good morning. My name is Sheena. I am coming from Kannur. ഇരിക്കൂർ. കണ്ണൂരിലുള്ളൊരു ഇതാണ് സ്ഥലമാണ് ഇരിക്കൂർ. ക്വാളിഫിക്കേഷൻ ഇപ്പോ SLC ആണ്. ഈ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തു. ഒരുപാട് വർഷം ഹൗസ് വൈഫ് ആണ്. ആ ക്വാളിഫിക്കേഷൻ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നവും ഒരു പേടിയും വേണ്ട കേട്ടോ. നമ്മളൊക്കെ എന്ത് കാര്യവും നിങ്ങൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്കുള്ള സംശയങ്ങള് നമ്മള് ഏറ്റവും താഴ്ത്തുനിന്ന് ഇപ്പൊ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ കടിച്ചാപ്പെട്ടാത്ത മലയാളം വേർഡ്സ് ഒന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. ചിലപ്പോഴേക്ക് ഇങ്ങനെ തക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ആ ലോവർ ലെവലിൽ നിന്ന് തുടങ്ങി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, സ്റ്റുഡൻസിന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ നമ്മളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. വലിയ സാഹിത്യപരമായിട്ടുള്ള മലയാളം വേർഡ്സ് കിട്ടുമല്ലോ, ചിലതൊക്കെ കേൾക്കാനും നല്ല രസമാണ്. പക്ഷെ നമുക്കത് ദഹിക്കില്ല. ചിലപ്പോ എനിക്കൊന്നും മനസ്സിലാക്കാൻ പോലില്ല. പിന്നെ ആരോടെയും ചോദിക്കണം എന്തായാലും മീനിങ്. ഓക്കെ, സോ ഹംസീന,
be afraid. Be happy. Okay. അടുത്താണ്. Ma'am, I'm Hasina. Hasina. Okay. I'm from Palakkad. Palakkad. Qualification +2. Currently, I work as a online tutor. Online tutor. Online tutor in which subject? EVS, Maths. മറ്റേ പുള്ളികളൊക്കെ നമ്മുടെ കൂടെയുണ്ട്, മാത്സ് ടീച്ചറൊക്കെ ഉണ്ട്. If we have any doubt in maths, we will consult with Hasina. Okay, Hasina. നമുക്ക് മാത്സ് ടീച്ചർ ഉണ്ട് കേട്ടോ, പേടിക്കണം. കണക്ക് കൂട്ടലൊന്നും തെറ്റില്ല, കണക്ക് ടീച്ചർ നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ, യെസ്. അടുത്ത ആള് എന്റെ പേര് നയന. നയന. അതെ മാം, എന്റെ പേര് നയന. ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുമായിരുന്നു. അറൗണ്ട് 9 വർഷം വർക്ക് ചെയ്യായിരുന്നു ഒരു ടെലികോം കമ്പനിയില്. ട്രെയിനറായിട്ടാണ് അവസാനമായിട്ട്, എയർടെലിന്റെ സർവീസ് ആയിരുന്നു. ട്രെയിനറായിട്ടാണ് അവസാനം റിസൈൻ ചെയ്തത്. കല്യാണം കഴിഞ്ഞ് വർക്ക് ചെയ്തു, പിന്നെ കുഞ്ഞുങ്ങളായപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഒരു കേട്ടു, അങ്ങനെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. വാവയുണ്ട് കൂടെ കയ്യില് അല്ലേ? അതെ, വാവയുണ്ട്. ഹലോ ഹലോ, അപ്പൊ ഓക്കെ, നയനയ്ക്കും എന്താ പറയാ ഈ കോഴ്സിലേക്ക്, നമ്മുടെ സ്മാർട്ട് സ്ത്രീയിലേക്ക് വെൽക്കം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച്, അപ്പൊ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് സ്മാർട്ട് സ്ത്രീയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ആ ബിഗിനിങ്ങിലുള്ള ആ ഒരു ഇനീഷ്യേഷനും അതുപോലെ തന്നെ ഉള്ള ഒരു എന്താ പറയാ എന്തൂസിയാസും അവസാനം വരെ കൂടുതൽ കൂടെ ഉണ്ടാവുന്നട്ടാ. എന്നാലും നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്താണ് മുംതാസ്. മുംതാസ് എവിടുന്നാ? വയനാട്. ഓക്കെ. 7 members in family. Qualification +2. ക്വാളിഫിക്കേഷൻ +2 ആണ്. ഓക്കെ. 13 വർഷമായിട്ട് ഇപ്പൊ ചെയ്യുന്നു. മക്കളെയും കൊണ്ട് ഇപ്പം ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ മുംതസിനും അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ സ്മാർട്ട് സ്ത്രീയിലേക്ക് സ്വാഗതം. നമ്മുടെ കോഴ്സ് വളരെ ഭംഗിയായിട്ട് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് എത്രയും പെട്ടെന്ന്, ഒരുപാട് പേര് നമുക്ക് ജോലി കിട്ടിയതായിട്ട് റിവ്യൂസ് പറയാറുണ്ട്. ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്നതിന് മുമ്പേ ജോലിക്ക് കയറിയവരും ഒക്കെ ഉണ്ട് കേട്ടോ. ആ രീതിയിൽ നിങ്ങൾക്കും എത്രയും പെട്ടെന്നൊക്കെ ജോലി കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങളുടേത്, അതിന്റെ തുടക്കമാണ്. ഓക്കെ ഓക്കെ, അടുത്ത ആള് പറഞ്ഞോ. ഷൈബ. ഓക്കെ. എറണാകുളം എടവനക്കാട്. എടവനക്കാട് നിന്നാണ്. നമ്മുടെ അടുത്താണ്. ഓക്കെ, വലിയ ദൂരമില്ല. ഫാമിലി, ഹസ്ബൻഡ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഇഷ്ടത്തിനും സമ്മതത്തിനും ആണോ നമ്മള് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്ക് ചേർന്നേക്കുന്നത്? അതെ, അവരെ സപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. ഇന്ന് ഒത്തിരി പാരന്റ്സും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ഇന്ന് പെൺകുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളൊക്കെ പിന്നെ എന്തിനാ ഇനി പഠിക്കണേ, കൊച്ചിനെയൊക്കെ നോക്കി വല്ലോണ്ടിരിക്കെ, ആ ഒരു മൈൻഡൊക്കെ കുറെ മാറി വന്നിട്ടുണ്ട് ആളുകൾക്ക്. അവര് ഇന്നിപ്പോ ചിന്തിക്കാൻ തുടങ്ങി അല്ലെ, നമ്മളും എന്താകണം, ഇൻഡിപെൻഡന്റ് ആകണം എന്ന് അവരും ചിന്തിച്ചു തുടങ്ങി അല്ലെ. ഇന്നത്തെ കാലത്ത് 2 പേർക്കും ജോലി ഉണ്ടെങ്കിലൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്കായി. കാരണം നമ്മളുടെ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വില നിലവാര സൂചികയൊക്കെ എല്ലാ സാധനങ്ങൾക്കും വിലയൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ ഈക്വൽ ഷെയറിംഗ് ആയിട്ട് മൈൻഡായിട്ട് ഇപ്പൊ എല്ലാ ജോലിയൊക്കെ ചെയ്യുന്നതിലും അവരുടെ ഹെൽപ്പൊക്കെ നമുക്കുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരും. അപ്പൊ എന്തായാലും അതന്നെ, കാലം മാറുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ച് മാറ്റി ചിന്തിക്കേണ്ട സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വന്നു കഴിഞ്ഞു. അതിന്റെ ഒരു സൂചനയാണ് ഇതൊക്കെ അല്ലെ. പണ്ടൊക്കെ ഇതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾക്ക്. അത് ഒരു ഇത് കഴിഞ്ഞു.
കുട്ടിയൊക്കെ ആയില്ലേ ഇനി ജോലിക്കൊന്നും വേണ്ട. അതിന് മുമ്പാണെങ്കിൽ കിട്ടിയാൽ കിട്ടി, അതല്ലെങ്കിൽ വേണ്ട, ആ ഒരു മൈൻഡായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒത്തിരി ചിന്താഗതികളൊക്കെ ആളുകളുടെ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അവർക്കും എന്താ പറയാ, അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിന് നമുക്ക് അവരോടും താങ്ക്ഫുൾ ആണ്. ഓക്കെ, നമുക്ക് ഇപ്പം സ്മാർട്ട് ശ്രീയില് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ആള്. ഹലോ, പറയൂ. എന്റെ പേര് ആതിര. ആതിര പറയൂ. എന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, BA മലയാളമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മാരേജ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു. അതിന് ശേഷം ഒരു കോഴ്സിൽ ചേർന്നിട്ടാണ്. എന്റെ വീട് തൃശ്ശൂര്. പുന്നയൂർക്കുളം. ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട് അതിന്റെ കൂടെ അല്ലേ? കൂടെ നോക്കുന്നുണ്ട്. ട്യൂഷൻ നടത്തുന്നത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഓരോ ദിവസവും ഓരോ അറിവും വർദ്ധിക്കുകയും ചെയ്യും അല്ലെ? അത് വേറൊരു കാര്യമാണ്. കാരണം സിലബസ് 2-3 കൊല്ലമൊക്കെ കൂടുമ്പോ സിലബസ് ചേഞ്ച് ഉണ്ട്. അപ്പൊ സിലബസ് ചേഞ്ച് വരുമ്പോ നമുക്കും അതൊക്കെ മനസ്സിലാക്കിയെടുക്കാം. എന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ പോകും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ? നമ്മള് വലിയ ഇൻകം പ്രതീക്ഷിച്ചിട്ടല്ല എങ്കിലും അല്ലെ, വലിയ ഇൻകം അല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയാ നോളജും സ്കില്ലും ഒക്കെ വർദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആകും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറെ അപ്ഗ്രേഡഡ് ആകും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കൂടുതൽ പുതിയ കാര്യങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അല്ലാണ്ടൊന്നും നമ്മൾ പുസ്തകമേ തൊടാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു പുസ്തകത്തെ തൊടുന്നേ. ഇതുപോലെയുള്ള ട്യൂഷൻ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് പുസ്തകങ്ങളിൽ തൊടുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ പഠിക്കാൻ ഏതെങ്കിലും കോഴ്സ് ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോ എവിടെ എന്ത് കാര്യം നമുക്ക് സംശയം വന്നാലും അപ്പോഴെടുക്കും ഗൂഗിളിനോട് എല്ലാ കാര്യം ചോദിച്ചു മനസ്സിലാക്കും. ഗൂഗിളാണ് നമ്മുടെ എല്ലാം. നമ്മുടെ മാത്രമല്ല കേട്ടോ, ഇന്ന് പിള്ളേരൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ട്യൂഷനൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ വേഗം ഗൂഗിളിലാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പൂവ്, ഫ്ലവർ, അതെന്താ, അതല്ലെങ്കിൽ ഏതാ, അപ്പൊ തന്നെ അവര് വേണ്ട ഗൂഗിൾ എടുത്തോ. അന്ന് അതൊന്ന് ഓർത്തെടുക്കാനോ അതെന്താണ് അതൊന്ന് മനസ്സിലാക്കി എടുക്കാനോ ഓർത്ത ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോഴവർക്കത് ഓർക്കാനോ ചിന്തിക്കാനോ തോന്നുന്നില്ല. എല്ലാവർക്കും ഫോണിൽ ഇതാക്കുക, അതിന്റെ പേരാണ് വെക്കുക. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഡിഗ്രി പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ട്യൂഷൻ എടുത്തായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോ ഗ്യാപ്പ് വന്നു. അതിനുശേഷം പിന്നെ മക്കൾ വലുതായപ്പോഴാണ് പിന്നെ വീണ്ടും ട്യൂഷനിലേക്ക് പോയത്. അപ്പൊ ആ ഗ്യാപ്പിൽ തന്നെ എനിക്ക് കുറെ ഇത് മിസ്സായി. കാരണം അപ്പൊ എടുക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ സിലബസും മാറി. ചേഞ്ച് വരുമ്പോ ചിലർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഗ്യാപ്പ് എടുത്താൽ ഇച്ചിരി പാടാണ്. പിന്നെ നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് അത് മനസ്സിലാക്കി എടുക്കണം. മോസ്റ്റ് പ്രോബബ്ലി മറ്റേ മാത്സ് ഒക്കെയാണ് കേട്ടോ. മാത്സിന്റെ ഒക്കെ ചെയ്യുന്ന രീതികളൊക്കെ മാറി. ആപ്ലിക്കേഷൻസ് ഒന്നും അല്ല ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആള് സ്വപ്ന. പറയാമോ? പറയാം മിസ്സേ. ഞാൻ കോട്ടയാണ് സ്ഥലവേ. ഞാൻ നേരത്തെ എലിമെന്ററി എഡ്യൂക്കേഷൻ കഴിഞ്ഞു, കല്യാണത്തിനൊക്കെ മുമ്പായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ പോയിട്ടില്ല. ഇപ്പം പിന്നെ BAക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ ആണ്. പിന്നെ മോണ്ടിസോറി നമ്മുടെ ഇവിടെ ചെയ്തു അല്ലേ? വെരി ഗുഡ്. അപ്പോ സ്വപ്ന കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് ഉള്ള ആളുകളും നമുക്കറിയാലോ. അപ്പൊ കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി എല്ലാ ജില്ലകളും സമഗ്രമായിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള സ്മാർട്ട് ശ്രീയിൽ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് എല്ലാ ജില്ലയിലെയും കുറിച്ചറിയാം. എല്ലാ ജില്ലകളുടെയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരി നമ്മളിപ്പോ ഉള്ള കോഴ്സസിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും HRM വളരെ ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സസ് ആണ്. HRM 4 months ഉള്ളൂ, 4 മാസത്തെ കോഴ്സ്. അതുപോലെ എന്താ പറയാ 6 months. അതിന്റെ PG കൂടി ഉണ്ടെങ്കിൽ 4 months പ്ലസ് ഉണ്ട്. ദാറ്റ് മീൻസ് അപ്പോഴാണ് അത് 10 months ആകുക. അപ്പൊ ഉള്ളതിൽ ഇച്ചിരി ലോങ് കോഴ്സ് എന്ന് പറയുന്നത് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തിരി സമയം ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാര്യങ്ങൾ, നിങ്ങളുടേതായ കാര്യങ്ങൾ. കാരണം ഷെയറിങ് ആൻഡ് കെയറിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മള് കുട്ടികളിലും കൂടി അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അത് തുടങ്ങണം. ഇവിടെ നിന്ന് തുടങ്ങി അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കിട്ടുന്ന സമയത്തേക്ക് നമ്മൾ എത്തിക്കണം. അപ്പൊ ഇപ്പോഴേ നമ്മളത് ഒരു ഷെയറിങ് മെന്റാലിറ്റിയും അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് അത് പറഞ്ഞ് അത് എന്താ പറയാ ശീലിക്കാനും ഒക്കെ ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് കേട്ടോ. അതിനു കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളെ കുറിച്ച് ഇതൊക്കെ അറിയേണ്ടതും നമ്മളുടെ ഒരു ആവശ്യം കൂടിയാണ്. ഓക്കെ, സോ ഓക്കെ സ്വപ്ന ആൻഡ് ഓൾസോ വെൽക്കം. അടുത്ത ആള്. ഹായ് മാം. ഹായ്.
I'm Jisbin from Alapura. I have completed aviation and I was working as an airline staff. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ബേബി ആയി കഴിഞ്ഞ് പിന്നെ പോയില്ല, ഗ്യാപ്പ് ആയി. സോ ഇപ്പൊ ട്യൂഷനൊക്കെ എടുത്തിട്ട് ഇപ്പോ വിചാരിച്ചപ്പോ ട്യൂഷനൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം +2 വരെയുള്ള സ്റ്റുഡൻസിനൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ചു TTC നമുക്ക് എടുത്തിട്ട് ഒരു ടീച്ചിങ് പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോ നമുക്ക് നാട്ടില് ഫാമിലി ആയിട്ട് നിൽക്കാം. പിന്നെ എനിക്ക് ഇഷ്ടമാണ് പഠിപ്പിക്കാനായിട്ട്. ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തു. അതെ ഇത് കുറെ ആളുകൾക്ക് ഉള്ള ഒരു താല്പര്യമാണ് ടീച്ചർ ആകുക എന്നുള്ളത്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടീച്ചർ ആകുക എന്നുള്ളതില് വേറെ ഏത് പ്രൊഫഷനും കിട്ടാത്ത ഒരു എന്താ പറയാ ഒരു അംഗീകാരം. എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാനും അതിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് അതിൽ ഞാൻ വളരെ പ്രൗഡാണ്. കാരണം എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത്, ഇപ്പൊ നമുക്ക് അറിയില്ലാത്തൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ ഉണ്ടാവും ടീച്ചറെ എന്ന് വിളിച്ചിട്ട് ആരെങ്കിലും ഒക്കെ വരാനായിട്ട്, മിസ് ടീച്ചറെ. അപ്പൊ നമ്മള് ചിലപ്പോ കുട്ടികളെ മറന്നുപോയിട്ടുണ്ടാകും. കാരണം ഒരു പ്രായം കഴിഞ്ഞപ്പോ ചെറിയ ക്ലാസ്സിൽ, ഇപ്പൊ 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിപ്പിച്ച കുട്ടികളെയൊക്കെ പിന്നെ കാണുന്നത് ചിലപ്പോ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും. ചിലപ്പോ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും മിസ് എന്നെ പഠിപ്പിച്ചിരുന്നത് എന്നെ ഓർക്കണല്ലേ, അവരെ നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, ആഫ്റ്റർ എ പർട്ടിക്കുലർ ഏജ് കുട്ടികളിൽ ഭയങ്കര ഡിഫറൻസ് കാണും അല്ലെ, ഗ്രോത്ത് വരുമ്പോ. വളർച്ച കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ആൺകുട്ടികൾ പ്രത്യേകിച്ചും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും. നമ്മളോട് വന്ന് ഇങ്ങോട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുക. നമ്മുടെ മൈൻഡിൽ നിന്ന് അവരുടെ ആ ഒരു എന്താ പറയാ ഫേസ് ഒക്കെ മാറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ വേറെ കുട്ടിയായിരുന്നപ്പോ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടല്ലല്ലോ പിന്നീട് വരുമ്പോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട് ടീച്ചേഴ്സ് ആകാം. അപ്പൊ ഇപ്പൊ നമ്മളുടെ ഇവിടെ ഇല്ലാത്ത എന്താ പറയാ, ഇപ്പൊ ട്യൂഷൻ ഞാൻ ട്യൂഷൻ എടുക്കണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന TTC ട്രെയിനിങ് കോഴ്സ് പഠിച്ചില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ പരിഭവിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇതിനകത്തേക്കാണ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നാളെ തുടങ്ങി അല്ലെങ്കിൽ അടുത്ത ദിവസം തുടങ്ങി നിങ്ങൾക്കും പറയാം ഐ ആം ഓൾസോ എ ടീച്ചർ. നമ്മളും ടീച്ചറാണ്. നമ്മൾ ടീച്ചേഴ്സ് ആയിട്ട് ഇനിയും കുട്ടികളുടെ ഇടയിലേക്ക് പോകാൻ പോവുകയാണ്. ഈ കുഞ്ഞു പിള്ളേരൊക്കെ വലുതായി ഒരു പ്രായത്തിലെത്തിക്കുമ്പോ എപ്പോഴെങ്കിലും വിളിച്ചു വരും നമ്മളെ. ആ ഒരു അംഗീകാരം ഒരിക്കലും നമുക്ക് എന്താ പറയാ കിട്ടുന്ന ഇൻകമിനേക്കാൾ വലുതാണ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോ അല്ലെ, അവിടെ നിന്നിട്ട് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ ബഹുമാനത്തോടെ വരുമ്പോ മറ്റേത് കാര്യത്തെക്കാളും ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആ ഒരു വിളി, ആ ഒരു എന്താ പറയാ ഒരു സ്നേഹപ്രകടനം എന്ന് പറയുന്നത്. അത് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്റെ സിസ്റ്ററും ഈ ക്ലാസ്സിലുണ്ട്. സിസ്റ്ററോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ എന്റെ സിസ്റ്ററോടെ ഉണ്ട്, യങ്ങർ സിസ്റ്റർ. ആണോ? അനീതി ഉണ്ട്, ക്ലാസ്സിലുണ്ട്. പേരെന്താ? ജിൽബിൻ. ജിസ്ബിൻ ആൻഡ് ജിൽബിൻ. ജോയിൻ ചെയ്തിട്ടില്ല? ഉണ്ട്. ജിൽബിൻ എവിടെ? അവർ രണ്ടുപേരും ഉണ്ട്. അപ്പൊ രണ്ടുപേരും ഒരു വീട്ടിലാണ് അല്ലെ? ഇല്ല, ജിസ്ബിന്റെ കല്യാണം കഴിഞ്ഞതാണ്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ജിൽബിൻ എവിടെയാണ് വീട്? വൈശംഭാഗം, ചമ്പക്കുളം തന്നെ. ഓക്കെ. ആൻഡ് യുവർ ക്വാളിഫിക്കേഷൻ? ഞാൻ BA സോഷ്യോളജി പഠിച്ച, ഡിഗ്രി. ആണോ? പിന്നെ റെയിൽവേക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ റെയിൽവേ പഠിച്ചതാ. എക്സാംസ് ഒക്കെ എഴുതുന്നില്ലേ PSC? എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് അടുത്ത ആള്? ഹായ് മാം. ഹായ്. മൈ നെയിം ഈസ് റംസി. ഓക്കെ, പറയൂ റംസി. പറവൂര് തന്നെയാണ്, മാഞ്ഞാലി കുന്നുകര. നമ്മുടെ തൊട്ടടുത്താണ്. അവിടെന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്. ഡിഗ്രി BA ഹിന്ദി ആയിരുന്നു. ആണോ? എവിടെ പഠിച്ചതൊക്കെ? മല്ലങ്കരയാണോ? ഇല്ല, കാലടി ശങ്കര, ശ്രീ ശങ്കര കോളേജ്. കാലടി ശങ്കര കോളേജിലാണ്. ഓക്കെ. പിന്നെ ഇപ്പൊ എനിക്ക് 3 കുട്ടികള്, ഹസ്ബൻഡിന്റെ ഉമ്മ വാപ്പ അവരൊക്കെ ഉണ്ട്. അങ്ങനെ പോണ്. 15 വർഷമായി കൂടി മോണ്ടിസോറി പഠിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. കുട്ടികൾ സപ്പോർട്ട് ചെയ്യും നമ്മളെ. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം അവരോടൊക്കെ ചോദിച്ചു, അവർക്ക് പറഞ്ഞുതരും നമുക്ക്. കാരണം അവർക്ക് ഇന്ന് നല്ല എന്താ പറയാ അഡ്വാൻസ്ഡ് ആണ് അവർ പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ അവര് നമുക്ക് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ. മൂത്താള് 9ലാണ്. അവന് ഭയങ്കര ആഗ്രഹമാണ് ടീച്ചർ ആവാൻ. ആണോ? അവനെ കൂടി അവിടെ എത്തിക്കോ പഠിക്കുക. ഒരു ക്ലാസ്സിൽ പോണ്ടേ അല്ലേ? അത് 2 മാസം കൂടി കഴിഞ്ഞാൽ വെക്കേഷൻ ആകും. വെക്കേഷൻ ഉള്ള സമയത്തൊക്കെ കൊച്ചിന് കേൾക്കാൻ പറ്റും ക്ലാസ്സുകളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആള്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്.
I am Sanida. I am from Kasaragod. കാസർഗോഡ് Qualification PG. MSc. 1 year ജോബിന് പോയിന്. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. പിന്നെ പോകാൻ പറ്റില്ല, കുറെ ഗ്യാപ്പ് വന്ന്. ആണോ? കുഞ്ഞുവാവകളാണോ മക്കള്? ഒരാള് 1ൽ പഠിക്കുന്നു, ഒരാള് 4ല്. പിന്നെ ഇനി എന്തെങ്കിലും ടീച്ചിങ്ങിലേക്ക് ആഗ്രഹമുണ്ട് നല്ല, അങ്ങനെ ഈ കോഴ്സിലേക്ക് ചേർന്നത്. ടീച്ചർ ആകാനുള്ള ആഗ്രഹം മനസ്സിൽ നന്നായിട്ടുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ 4 ആണല്ലോ. കാസർഗോഡ് എവിടെയാന്ന് അലീമ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പരിചയപ്പെടണം കേട്ടാ. കാസർഗോഡുള്ള അലീമ ചോദിക്കണ്ടേ? കാസർഗോഡ് കൊട്ടിയാടി. കേട്ടോ ഈ പറഞ്ഞ ചിലപ്പോ മനസ്സിലായെന്ന് വരില്ല, കാരണം നമുക്ക് പരിചിതമായ സ്ഥലമല്ലല്ലോ. കാസർഗോഡൊന്നും പോയിട്ടില്ല. നിങ്ങളൊക്കെ ഇനി ഈ കോഴ്സ് കഴിയാറാകുമ്പോഴേക്കും നമ്മളെ ക്ഷണിക്കണം. അപ്പോഴേ ഞങ്ങൾക്ക് ഇനി അതൊക്കെ കാണാൻ പറ്റുള്ളൂ. ശരി ശരി. ഓക്കെ, നിങ്ങൾ എവിടെ വിളിച്ചാൽ ഞങ്ങൾ വരും. വിളിച്ചാൽ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടി അങ്ങോട്ട് വന്നോളാം. വേണ്ടാം, കണ്ണൂർ മിക്ക ഡിസ്ട്രിക്റ്റിലും നമുക്ക് പോകാൻ. ഒന്നാമത് ഈ പറയുന്ന പോലെ തന്നെ പല കാര്യങ്ങൾക്കും മറ്റൊരു സ്ഥലത്താണ് സമയം എന്ന് പറയുന്നത്. അല്ല, പിന്നെ കോഴ്സ് കഴിയാനാകുമ്പോ ഇങ്ങനെ പറയാല്ലേ, വെൽക്കം ടു ടി നെക്സ്റ്റ് മീറ്റ് പറഞ്ഞ പോലെ. അപ്പൊ പറയാം. ശരിയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ വരും. നിങ്ങൾ അത് പറയണ പോലെ ആയിരിക്കില്ല, അത് ഞങ്ങൾ വരുത്താ. പറയുന്നത് പോലെ ആയിരിക്കില്ല, വരും. ഓക്കെ, അടുത്ത ആള് എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? ഹലോ, ദേവതി ഫ്രം ഇടുക്കി, നിയർ തൊടുപുഴ. ക്വാളിഫിക്കേഷൻ +2 കഴിഞ്ഞത് പഞ്ചകർമ്മ തെറാപ്പി ആയിരുന്നു. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ മാരേജ് വർക്കിന് പോകുന്നില്ല. 2 കുട്ടികളുണ്ട്. ഇപ്പം ഒരാള് അംഗൻവാടി പോയിക്കൊണ്ടിരിക്കാം. ഇനിയിപ്പം ജോബിന് പോവാം. അപ്പം കുട്ടീനെ നമുക്ക് KG-യിലേക്കൊക്കെ ചേർക്കണം അല്ലെ? അപ്പൊ KG-യിലേക്ക് കുട്ടീനെ ചേർക്കാൻ പോകുന്ന സമയത്ത് അവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ, നമ്മളുടേതായ ഒരു കയ്യൊപ്പ് അവിടെ വെക്കാം. ഓക്കെ, അപ്പൊ അതിന് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രേവതിക്കും പറ്റട്ടെ. താങ്ക് യു. ഓക്കെ, അടുത്ത ആള് നെക്സ്റ്റ്. ആരാ പറഞ്ഞോ? പറയുന്നുണ്ട്, പറഞ്ഞോളൂ. ക്യാമറ ഓണാക്കാൻ പറ്റില്ല. ക്യാമറ ഓണാക്കി കുഞ്ഞുണ്ടായിരുന്നു കയ്യിലെ, അതായിരുന്നു. അത് കുഴപ്പമില്ല. കുഞ്ഞിനെ നമ്മൾ കുഞ്ഞ് മടിയിലിരിക്കുകയാണോ? ശല്യം ചെയ്യണ്ടോ? ഇല്ല, കളിയായിരുന്നു. പറഞ്ഞോ. ഞാൻ കട്ടപ്പനയ്ക്ക് അടുത്താണ് താമസം. ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പം എനിക്ക് ടീച്ചിങ് ആയിരുന്നു എന്റെ അംബീഷൻ. പക്ഷെ വീട്ടില് സമ്മതിക്കാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗിൽ പോയി. ഇപ്പൊ ഹസ്ബൻഡ് ഇതാണ് ഇഷ്ടം അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അതാണ്. 2 കുട്ടികളാണ്. ഇപ്പൊ കുഞ്ഞ് പോണില്ല, അംഗനവാടിയിലോ ചേർത്തിട്ടില്ല? അംഗനവാടി ചേർക്കാൻ 3 വയസ്സാകണം. ഇപ്പൊ 2.5 വയസ്സേ ആയുള്ളൂ. മൂത്താള് LKG. മൂത്താള് LKG പോകുന്നുണ്ട്. ആണോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ കുഞ്ഞ് വലുതാവുമ്പോ അതിന്റെ ഒപ്പം നമ്മുടെ കോഴ്സ് നമുക്ക് ചെയ്യാം. വെറുതെ ഇരിക്കുകയാണല്ലോ വീട്ടില്. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡ് വേണം തീർച്ചയായിട്ടും. അപ്പൊ ഹസ്ബൻഡിന്റെ ആഗ്രഹം പോലെ ഒരു നല്ല ടീച്ചർ ആകട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒപ്പം അവരുടെ സപ്പോർട്ട്സും, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടും പ്ലസ് നമ്മള് അത് തുടക്കം മുതൽ അത് അത്രയും എന്താ പറയാ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയാ ക്ലാസ്സുകൾ എടുക്കുമ്പോഴാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഗൗരവത്തോടെ തന്നെ എടുത്ത് മുന്നേറിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു അംബീഷൻ, നമുക്ക് ഇനിയും അംബീഷൻ ഉണ്ടല്ലോ, ഉണ്ടായിരുന്നു ഓൾറെഡി, പിന്നെ വേറെ കാര്യത്തിന് പോയി, പക്ഷെ വീണ്ടും തിരിച്ചതിലേക്ക് തന്നെ വന്നേക്കാണ് കറങ്ങി തിരിഞ്ഞ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് ആയിരിക്കാം. അപ്പൊ അതിന് സാധിക്കട്ടെ കേട്ടോ. യെസ്, അടുത്ത ആള് ഇനി ഉണ്ടല്ലോ. രേഷ്മ. രേഷ്മ പറയൂ. നാളെ വരാപ്പുഴ സ്ഥലത്താണ് വീട്. വരാപ്പുഴ. വീട്ടില് ഹസ്ബൻഡ്, 2 കുട്ടികള്, അമ്മാച്ചൻ. ഞാൻ ഫസ്റ്റ് കഴിഞ്ഞിട്ട് 2 വർഷം പോയി കല്യാണം കഴിഞ്ഞ് വീട്ടില് അവിടെ സമ്മതിക്കാതെ അങ്ങനെ
ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഡിഗ്രിയിൽ ഒരു ഏതായിരുന്നു? ഇയർ BSc സുവോളജി ആയിരുന്നു. ഓ, അത്ര 2 years കംപ്ലീറ്റ് ചെയ്തിട്ട് 1 year കൂടി ഇത് ചെയ്യാൻ പറ്റിയില്ല. അത് വീട്ടിൽ ഫാമിലി ഒരു പ്രശ്നമൊക്കെ ആയിരുന്നു. ചേട്ടന്റെ അമ്മയൊക്കെ അവർക്ക് ഇങ്ങനെ അല്ലടാ, ഇപ്പൊ നമുക്ക് ഒത്തിരി ഗ്യാപ്പ് വന്നോ? ഇപ്പൊ 2017 ഡിഗ്രി. ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ വീട്ടില്. അപ്പൊ അതുകൊണ്ട് കൊറേ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അത് എഴുതാൻ പറ്റില്ല. ഇനി നമ്മൾ എടുക്കണമെങ്കിൽ പുതിയതായിട്ട് സിസ്റ്റം മാറ്റി, ഓട്ടോണമി സിസ്റ്റം മാറ്റി. BSc ആയിരുന്നല്ലോ. പ്രൈവറ്റ് നോക്കി ആയതുകൊണ്ട് മാനേജ്മെന്റിൽ പറ്റൂല. ബികോം ആയിരുന്നെങ്കിൽ ശരിയാണ്, നമുക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യാമായിരുന്നു. പിന്നെ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചെയ്ത് അതും ഒരു കൊറോണ ഒക്കെ ഉണ്ട്, അതും ഗ്യാപ്പ് പകുതിയായി. പിന്നെ ഒരു കൊറോണ ടൈമിൽ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത് അതും കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെയാണ് ഇപ്പൊ ഇത് വന്നത്. ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഇത് ചെയ്യാതെ ഞങ്ങളുടെ ചേട്ടാ വീട്ടിൽ വരും. വരാപ്പഴല്ലേ? ഓക്കെ, വന്നില്ലെങ്കിൽ അല്ല ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് വരും കേട്ടാ. വരാപ്പുഴയില് എന്താണ് രേഷ്മയ്ക്ക് എന്ന് ചോദിച്ചിട്ട് വരും. വരാപ്പുഴ അധികം ദൂരമൊന്നുമില്ല നമുക്ക്. ഓക്കെ, യെസ്. അടുത്ത ആള് നെക്സ്റ്റ്. എനിപ്പടി ഇനി ഉണ്ടല്ലോ ആദിത്യ, പറഞ്ഞില്ലല്ലോ. ഹലോ. വേറെ കോള് വന്നപ്പോ ആണോ? കുഴപ്പമില്ല, ഞാനിവിടെ നോട്ട് ചെയ്യണ്ടായിരുന്നു ആരൊക്കെ പറയാതെ. ഇവിടെ കാണിക്കുന്ന ആ പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ നോക്കണ്ടായിരുന്നു. അപ്പൊ ആദിത്യ പറഞ്ഞോളൂ. എന്റെ പേര് ആദിത്യ. ഞാൻ പത്തനംതിട്ട അടൂർന്നായിരുന്നേ. അടൂർന്നാ. ഓക്കെ. +2 അത് കഴിഞ്ഞിട്ട് ഡിഗ്രി BCom ആയിരുന്നു, ഫിനിഷ് ആക്കിയില്ല. ഒരു കുഞ്ഞുണ്ട്. പിന്നെ GDA പഠിച്ചു, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ ഇതിലോട്ട്. അപ്പൊ ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലേ, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്. കുഞ്ഞ് എത്രയുള്ളതാ? UKG. ഓക്കെ. അപ്പൊ സ്കൂളിലൊക്കെ പോകും. അപ്പൊ കുട്ടിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എത്രയും പെട്ടെന്ന് ഒരു നല്ല ഒരു ടീച്ചറായിട്ട് കാണണം. ഓക്കെ ആദിത്യ. യെസ്. ദെൻ ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയാൻ വിട്ടതാ. ആയിഷ. അംഗൻവാടിയിൽ ഒരു 6 months വർക്ക് ചെയ്തിരുന്നു ഞാൻ. അത് പറയാൻ വിട്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് 6 months ടെമ്പററി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. അപ്പം രാവിലെ മോളെ കൊണ്ടുപോകുമ്പോ ഞാൻ പോകും, തിരിച്ച് ഞാൻ വരുമ്പോ തന്നെ മോളെ കൊണ്ടുവരും. കുട്ടികള് സേവ് ചെയ്യാൻ ബെസ്റ്റ് ഈ ടീച്ചർ കോഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ഫീൽഡ്. ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലെവലാണ് KG സെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അവിടെ നിന്നാണ് അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ, ബിഹേവിയർ അല്ലെ, അവരുടെ ഡെവലപ്മെന്റ്, ഒരുപാട് കാര്യങ്ങൾ നമ്മളാണ് അവർക്ക് ഡിസൈൻ ചെയ്തത്. അപ്പൊ നമ്മൾ അവരെ വളരെ എന്താ പറയാ ഫ്രീ ആയിട്ട് അവരെ നമ്മൾ നല്ല നല്ല എന്താ പറയാ കോൺക്രീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് പല കാര്യങ്ങളും നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുന്നു, അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു അല്ലെ. ഒരു ലെക്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് ഏറ്റവും എന്താ പറയാ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്, കൊച്ചുകുട്ടി. കാരണം അവരാണ് നാളെ ഈ ലോകത്തെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല അല്ലെ. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഒരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് മറ്റേത് പ്രൊഫഷനെ അപേക്ഷിച്ച് ഏറ്റവും ബെസ്റ്റ് ആണ്. നമുക്ക് എന്താ പറയാ നമ്മുടെ മനസ്സിനും ഒക്കെ നമുക്ക് ഒരു വളരെയധികം റിലാക്സേഷൻസ്, വളരെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള പല പ്രൊഫഷൻസും ഉണ്ട് അല്ലെ. ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്ന ജോലിയുണ്ട് അല്ലെ, ഭയങ്കരമായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു മൈൻഡ് ഡെവലപ്മെന്റിനും ഒക്കെ ഒരു ഇത് തരുന്ന ഒരു കാര്യമാണ് ഒരു ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമുക്ക് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അതിലൊരു ടീച്ചറായി മാറാൻ പറ്റുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇനി ആരെങ്കിലും നമുക്ക് സേവ് ചെയ്യാം. അതെ, നമ്മൾ കുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്യാം. പോകുന്ന ടൈമാണ് നമ്മൾ പോകുന്നത്. വീട്ടിൽ എത്തുമ്പോൾ നമ്മൾ വീട്ടിൽ എത്തും.
അവർക്ക് ലീവ് ഉള്ളപ്പോൾ നമുക്ക് ലീവ് കിട്ടും. അതാണ് കൊച്ചു കുട്ടികളുള്ളവർക്ക് ബെസ്റ്റ്. നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അല്ല. എല്ലാവരും നമ്മുടെ മക്കളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണം. അങ്ങനെ നോക്കണം. അങ്ങനെയാണ് നമ്മൾ അവരെ നോക്കേണ്ടത്. ഇത് എന്റേതല്ലല്ലോ, വേറെ ആളുകളുടെ കുട്ടി, അങ്ങനെ ഒരു മൈൻഡ് അല്ല, നമ്മളുടേതാണ്, സ്വന്തം. അപ്പൊ ഒരു ടീച്ചർക്ക് ഏറ്റവും ഒരുപാട് കുട്ടികളും ഉണ്ടായിരിക്കും അവരുടെ ഒപ്പം എന്നും. ഈ നമ്മുടെ മരണം വരെ നമ്മളുടെ ഒപ്പം ഒരുപാട് കുട്ടികൾ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് മറ്റൊരു കാര്യം. യെസ്, ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഹായ് മാം. ഹായ് ശ്രീകുട്ടി. ട്രിവാൻഡ്രം ആണ് ഞാൻ. പിന്നെ +2 കഴിഞ്ഞപ്പോഴും മാരേജ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ടാണ്. കാരണം +2 കഴിഞ്ഞിട്ട് എന്നെ IT ഫ്രണ്ട് ഓഫീസായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു അതും. അത് ഹസ്ബൻഡിന്റെ ഇത് കൊണ്ടിട്ടാണ് പഠിക്കാനൊക്കെ പോകാൻ പറ്റിയത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 1 ഇയർ ട്രെയിനിങ് ആയിട്ട് PMGയിൽ തൊഴിൽ ഭവനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഹസ്ബൻഡിന് കലയോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. ഞാനൊരു ഡാൻസറാണ്. അപ്പൊ എന്നെ ഡാൻസിന്റെ ഇതില് ഡിപ്ലോമ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കിയായിരുന്നു. അപ്പൊ അതിന്റെ എക്സാം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട് അപ്പൊ അവിടെ ശനി ഞായർ ക്ലാസ് ഉണ്ട്. അതെ. അപ്പൊ മോനുണ്ട്. മോന് 4 വയസ്സായി. അപ്പൊ ഈ ഫ്രണ്ട് ഓഫീസ് പരമായിട്ട് എനിക്ക് ജോലിക്ക് പോവാൻ മോനുള്ളതുകൊണ്ട് സാധിക്കത്തില്ല. അപ്പം ഒന്നെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലായാലും നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനോട് പറ്റത്തില്ല. പിന്നെ ഈ ഡാൻസ് ക്ലാസ് ശനി ഞായറുണ്ട്. പിന്നെ മോന്റെ ഇത് വെച്ചിട്ട് നോക്കണേ എനിക്ക് ടീച്ചിങ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പം മോനെ കൊണ്ടാക്കി മോന്റെ കാര്യങ്ങൾ നോക്കാം, എനിക്ക് ആ ജോബിനായിട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ എൻ്റെ ഒരു ഇതിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കാവ്യ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിയാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. കാവ്യ കൃഷ്ണയ്ക്കും താങ്ക്സ്. ആൻഡ് ഓൾസോ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡിനും വളരെ വലിയൊരു താങ്ക്സ്. ഓക്കെ, പിന്നൊരു കാര്യം, നമുക്ക് നേരത്തെ നമ്മള് എന്താ പറയാ ചെറായ ബീച്ചില് പോകാനുള്ള ആളെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റൊരാളെയും കൂടി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റൊരു നല്ലൊരു ഡാൻസറെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ശ്രീകുട്ടി. നമുക്കിവിടെ കോൺവെക്കേഷന് വരുമ്പോ മോണ്ടിസോറി സ്റ്റുഡൻസിന്റെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് കേട്ടോ. ഡാൻസ്, പാട്ട്, സ്കിറ്റ്, എന്തൊക്കെയാണോ എല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഒരു ഡാൻസിന് വേണ്ട ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഡാൻസില് ആദ്യമേ തന്നെ നമുക്ക് ശ്രീകുട്ടീനെ ഓർക്കേണ്ടി വരും. ഡാൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചൊക്കെ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓൺലൈനായിട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ്. കാരണം എല്ലാവരും ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സിലുള്ളവരല്ലേ. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ പോകാൻ നമുക്ക് ഡാൻസ് പഠിക്കാന്ന് പറഞ്ഞ രീതിയല്ലല്ലോ. ഇവിടെ പറ്റില്ല. കാരണം ഒരാൾ ഇടുക്കിയിലാണ്, ഒരാൾ തിരുവനന്തപുരത്താണ്, കാസർഗോഡാണ്, കണ്ണൂരാണ്. അപ്പൊ ഇവിടെ ഉള്ളവരോട് എല്ലാവരും കൂടി വരാൻ പറയാൻ നടക്കുന്ന കാര്യമല്ല. അത് പോസിബിൾ അല്ലാത്ത കാര്യമാണ് അല്ലെ. എല്ലാവർക്കും കുഞ്ഞുകുട്ടികൾ, ഇപ്പൊ പറഞ്ഞവരില് മെജോറിറ്റി ആളുകൾക്കും കൊച്ചുകുട്ടികളുണ്ട്. LKG UKG അതിനും ചെറുതൊക്കെ പിള്ളേരുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓൺലൈനായിട്ട് നമ്മൾ പണ്ട് കൊറോണ വന്നപ്പോ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പൊ ഡാൻസ് നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾ പഠിക്കണം. പഠിക്കാനുള്ള ടീച്ചറിനെ തന്നിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടി ഡാൻസേഴ്സ് വേറെയും ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ശ്രീകുട്ടി പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. ഓക്കെ, അപ്പൊ ശ്രീകുട്ടിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ഡാൻസും നമ്മളിവിടെ പ്രതീക്ഷിക്കും. ഓക്കെ, പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ നല്ല നല്ല രീതിയിൽ ഈ മോണ്ടിസോറി കുട്ടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് കൂടുതൽ ഡ്യൂറേഷനുള്ളത് മോണ്ടിസോറി കുട്ടികളാണ്. HA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒന്നും കുട്ടികൾ വന്നിട്ട് അവരുടേതായ പെർഫോമൻസ് ഉണ്ടാവാറില്ല അവർക്ക്. കാരണം നമുക്ക് അവിടെ ക്ലാസ് കറക്റ്റ് ആയിട്ട് there is no interaction. അവിടെ നമ്മൾ ഇതുപോലെ ഇന്ററാക്റ്റും ചെയ്യില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. നമ്മൾ ക്ലാസ് എടുക്കുന്നു, ക്ലാസ്സിന്റെ അവസാനം കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിലും മാത്രം അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അല്ലാതെ എന്തെങ്കിലും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ അല്ല, ഇറ്റ്സ് എൻ ഇന്ററാക്ഷൻ ക്ലാസ്. അതൊരു 2 way രീതിയിലാണ് നമ്മളിവിടെ മോണ്ടിസോറിയുടെ കോഴ്സ് എടുക്കുക. ബിക്കോസ് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് വെറുതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് റേഡിയോ പോലെ ഒരാൾ ഇരുന്ന് ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇങ്ങോട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 2 way കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ് നമ്മൾ മോണ്ടിസോറി ക്ലാസ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നിങ്ങളും ആ രീതിയിൽ ഒരു ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളും നോക്കുക. ഓക്കെ മാം, പിന്നെ ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നത്. ഇപ്പൊ 2nd ഇയർ ആണ്. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇന്നലെ ആയിരുന്നു എന്റെ എക്സാം കഴിഞ്ഞത്. 2nd ഇയറിന്റെ എക്സാം കഴിഞ്ഞത്. ഏതാണ് എടുത്തിരിക്കുന്നത്? BA പൊളിറ്റിക്കൽ സയൻസ്. BA പൊളിറ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നലെ എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ പിന്നെ ആദ്യത്തെ ക്ലാസ് ആണ് നമുക്ക് ആദ്യമായിട്ട് കണ്ടത്. ഇന്നലെ 2 ടീച്ചേഴ്സ് ഇന്നലെയും മൺഡേയിലും ഒക്കെ വന്നു പോയി, അവരെ കണ്ടിട്ടില്ല. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരെങ്കിലും ഉണ്ടോ ഇനി? എല്ലാവരുടെയും കഴിഞ്ഞോ ഏകദേശം?
ആരാ നീ പറയാത്തത് ഉള്ളത്? ലക്ഷ്മി പറഞ്ഞതാണല്ലോ. സ്വപ്ന പറഞ്ഞു, പറഞ്ഞു, ഷൈബ പറഞ്ഞതാണോ? ഷൈബ പറഞ്ഞു. പറഞ്ഞു. ഓക്കെ, ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഇത് ആരാ ഇനി വന്നിരിക്കുന്നത്? ജിയോൺ ഡെയ്സി ഇങ്ങനെ ഒരാളുണ്ടോ? ജോയിൻ ചെയ്തതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്ലാസ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോ നിങ്ങൾക്ക് ഇതുവഴിയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലോ എവിടെയെങ്കിലും ഒക്കെ വരുന്ന അടുത്ത സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് സ്മാർട്ട് സിറ്റിയുടെ അത്രയധികം ദൂരമല്ലാത്ത സ്ഥലത്ത് കൺവീനിയന്റ് ആണെങ്കിൽ ഒന്നൊക്കെ വന്ന് ജസ്റ്റ് കയറി ഒക്കെ ഒന്ന് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ പരിചയപ്പെടാനും ഒക്കെ സാധിക്കും. അപ്പോ നമുക്ക് നമ്മുടെ സിലബസും ക്ലാസ്സസും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ, മാം ഏതാ സബ്ജക്ട് എടുക്കുന്നേ? എന്താ മാം ഏതാ സബ്ജക്ട് എടുക്കുന്നേ? നിങ്ങൾക്ക് മോണ്ടിസോറിയിലത്തെ കാര്യമാണോ ചോദിക്കണേ? മോണ്ടിസോറിയിലെ സിലബസ് ആണ്. ആ സിലബസിൽ ഇങ്ങനെ സബ്ജക്ട്സ് അല്ല, ഇങ്ങനെ ഓരോ മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾസ് നമ്മൾ അടുത്ത ദിവസം ക്ലാസ്സിൽ പറയാട്ടോ ഏതൊക്കെ മൊഡ്യൂൾ ആണെന്ന്. ഞാൻ എടുക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് കുട്ടികൾക്കൊക്കെ അവരുടെ എനർജിക്കും അവരുടെ ഗ്രോത്തിനും ഒക്കെ ഏറ്റവും അഡക്വേറ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അവരുടെ ഫുഡ് കറക്റ്റ് ആയിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം, ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം, അത് കൂടാനും കുറയാനൊന്നും പാടില്ല, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു യൂണിറ്റിലുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളെ കണ്ടതിലും അതുപോലെ തന്നെ നിങ്ങളെ പരിചയപ്പെട്ടതിലും നിങ്ങൾ എന്തോ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കിട്ടിയിട്ടില്ല. നിങ്ങളോട് എങ്ങനെയാ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? എമൗണ്ട് ഒക്കെ അടിച്ചിട്ട് ഡിസ്റ്റൻസ് കൂടുതലാണല്ലോ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എന്താ പറയാ പോസ്റ്റ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് തരിക. പോസ്റ്റ് ത്രൂ ആയിരിക്കും അയച്ചു തരാം. അപ്പൊ ഡിസ്റ്റൻസ് അനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി ഒരു ദിവസം 2 ദിവസം ഒക്കെ വൈകും. അടുത്തുള്ളവർക്കൊക്കെ ആദ്യം കിട്ടിയിട്ടുണ്ടാവും. ആരെങ്കിലും കിട്ടിയവരുണ്ടാവും, അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ട്രാൻസിറ്റിലായിരിക്കും, ഓൺ ദ വേയിലായിരിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. ചോദിച്ചവർക്ക് അതുപോലെ തന്നെ ഫണ്ട് അടച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടതിലും മാം അത് 7 to 10 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാ പറഞ്ഞേ. 7 to 10 ഡേയ്സിനുള്ളിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു അല്ലെ. പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോ ചിലപ്പോ ഡിസ്റ്റൻസ്, ചിലപ്പോ എന്താ പറയാ ട്രാൻസിറ്റിൽ ഉണ്ടാകുന്ന ചില ഡിലേ അതൊക്കെ ഇല്ലാണ്ട് എളുപ്പം എത്തും. അല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ വൈകുള്ളൂ. ഓക്കെ മാം, നമ്മുടെ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമോ? നമ്മൾ തന്നെ പോയിന്റ്സ് ക്ലാസ്സിന്റെ ടൈമിൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് എഴുതണോ? അതോ എക്സ്ട്രാ നോട്ട്സ് ഇല്ല. എക്സ്ട്രാ നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് തരുമ്പോ ആ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറയുന്ന പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന പോയിന്റ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയും. അത് നമുക്ക് തന്നിരിക്കുന്ന നോട്ട് തന്നെ, വേറെ എക്സ്ട്രാ നോട്ട്സിന്റെ ആവശ്യമില്ല. ബിക്കോസ് എവരിതിങ് ഈസ് ദർ. അത് തന്നെ ഓൾറെഡി ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്. ഉള്ള കാര്യം പഠിക്കാനുള്ളത് തന്നെ ഇഷ്ടപ്പെടുന്നു. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ലെക്ചർ നോട്ടോ മറ്റു കാര്യങ്ങളോ എഴുതിയിരിക്കുന്നതിൽ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നിങ്ങളുടെ പഠന സൗകര്യത്തിന് നിങ്ങൾക്ക് പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എന്തെങ്കിലും എഴുതി പഠിക്കുകയോ ഒക്കെ വേണമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് വീണ്ടും ക്ലാസ്സുകളിൽ കാണാം. ഇനി നമ്മൾ പരിചയപ്പെടൂല കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ പറഞ്ഞ പേരൊക്കെ ഒത്തിരി പേരുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ 35 പേര് ഉണ്ടായിരുന്നു നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോ. പരിചയപ്പെട്ടതൊക്കെ 35 പേരുടെ പേരാ. എല്ലാവരുടെയും പേര് നമ്മളൊന്നും ഓർത്തിരിക്കില്ല. പക്ഷെ എന്റെ പേര് നിങ്ങൾ മറന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കാണാം, ക്ലാസ്സിൽ കാണാം. അവിടുത്തെ ദിവസം നമ്മള് ഫുൾ അങ്ങോട്ട് പഠിത്തമായിരിക്കും കേട്ടാ. പഠിത്തം അങ്ങോട്ട് തുടങ്ങും. അപ്പൊ അതിന് പ്രിപ്പയർഡ് ആയിട്ട് വരിക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വൺസ് അഗൈൻ. ഓക്കെ, സോ സീ യു. താങ്ക് യു മാം. Thank you. Love you all. Love you.
Yes.